Good morning from China, Yiwu. This is China, Yiwu, you know. First view, you can see here. കുറേ ആളുകൾക്ക് ഇംഗ്ലീഷ് പറയണമെന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് ആവുന്ന പോലെ ഇത് ചെയ്യുന്നുണ്ട്. ഇതെനിക്ക് ഇംഗ്ലീഷിലും ടൈറ്റിൽ ചെയ്യേണ്ട സമയമില്ല കേട്ടോ. ഒന്നാമത് എഡിറ്റ് ചെയ്യാത്ത വീഡിയോസാണ്. എല്ലാം കൂടി ഡ്രൈവിങ്ങും ഇതെല്ലാം ചെയ്യുമ്പോൾ ഒന്നും ഒരു സമയം ഉണ്ടാവില്ല. അപ്പോൾ ഒരു വ്ളോഗറായിട്ടല്ല കേട്ടോ ഞാൻ വീഡിയോ ചെയ്യുന്നത്. ജസ്റ്റ് ട്രാവൽ എക്സ്പീരിയൻസ് പോസ്റ്റ് ചെയ്യുന്നു, അത്ര തന്നെ. അപ്പോൾ ഇതാ വേറൊരു ദിവസം, രണ്ടാമത്തെ ദിവസമാണ് നമ്മൾ ഈവൂലെ. പിന്നെ ഞാൻ എല്ലാ വീഡിയോസും ചൈനയിൽ നിന്ന് പോകുന്നതിന് മുന്നേ ഞാൻ പോസ്റ്റ് ചെയ്ത് തീർക്കും. ചൈന എന്ന് മാത്രമല്ല, ഇപ്പോൾ ഏത് കൺട്രി ആണെങ്കിലും ആ രാജ്യം വിടുന്നതിന് മുന്നേ ഞാൻ അവിടുത്തെ വീഡിയോസ് തീർക്കലുണ്ട്. അല്ലാണ്ട് മറ്റുള്ളവരെ പോലെ ആ രാജ്യം വിട്ടതിന് ശേഷം ഇരുന്നിട്ട് വീട്ടിലെത്തിയിട്ട് പോസ്റ്റ് ചെയ്തൊരു രസമില്ല കേട്ടോ. ആ ഒരു എക്സൈറ്റ്മെൻറ്റ് തന്നെ നമ്മൾ എല്ലാം പോസ്റ്റ് ചെയ്യണം. നല്ല മൂടി വെതറാണ്, ചെറിയൊരു മഴ ചാറ്റലും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇന്നലെ ഇങ്ങനെ തന്നെയാണ് ഉണ്ടായത്. നമ്മൾ സിഗ്നൽ സ്റ്റാർട്ടായി. ഇവിടുത്തെ സിഗ്നൽ ഉണ്ടോ? ഓരോന്നോരോന്നായിട്ടാണ് ഇവിടെ ഓപ്പൺ ആകുന്നത്. എല്ലാം ഒപ്പരം ഓപ്പൺ ആവില്ല. ചില സിഗ്നൽ മാത്രം എല്ലാം ഒന്നിച്ച് ഓപ്പൺ ആവുള്ളൂ. നമ്മളിപ്പോൾ ഇവു മാർക്കറ്റിലേക്കാണ് പോകാൻ പോകുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ലോകത്തിൻ്റെ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ കയറ്റി വിടുന്ന സ്ഥലമാണ് ചൈനയിലെ ഇവു മാർക്കറ്റ്. ചൈനയിൽ തന്നെ ഏറ്റവും വലുതാണ്. അപ്പോൾ എല്ലാ പ്രൊഡക്റ്റുകളും ഉള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ആ മാർക്കറ്റ് ഇവുവിൽ വന്നിട്ട് മാർക്കറ്റ് കണ്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ ചൈന കണ്ടിട്ടില്ല എന്നാണെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ നേരെ അതിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ഇവിടുന്ന് ഇവുന്ന് ഇറങ്ങി. നമ്മളിന്നൊരു മലയാളി ഫാമിലിൻ്റെ കൂടെയാണ് ഇന്നലെ നിന്നത്. കുറേ ദിവസമായി കുറേ മലയാളികളെ കണ്ടിട്ട്. അങ്ങനെ നമ്മൾ നേരെ മാർക്കറ്റിലേക്ക് പോകുന്ന രംഗമാണ് ഇങ്ങനെ കാണുന്നത്. അതിൻ്റെ ഇടയിൽ കുറച്ച് ഈ ഇവു എന്ന് പറയുന്ന സിറ്റി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ. കാഴ്ചകൾ പരമാവധി കാണുക. ഇതിനെക്കുറിച്ച് അങ്ങനെ വലിയ എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഞാനിവിടെ വന്നിട്ട് ആകെ 2-3 ദിവസം ആകുന്നുള്ളൂ. കുറേ ഷോപ്പുകളുണ്ട് രണ്ട് സൈഡിലും. സാധനം അവിടെ ഓപ്പൺ ആണല്ലോ. പിന്നെ ഇയാളെന്താ ഇങ്ങനെ ചെറുങ്ങനെ പോകുന്നോളി? അവിടെ പിന്നെയും സിഗ്നൽ പോയി കേട്ടോ. നമ്മൾ വീണ്ടും ഇങ്ങനെ നിൽക്കണം ഇവിടെ. ഇവു മാർക്കറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇത് ഇവു എന്ന് പറയുന്ന ചൈനയിലെ മെയിൻ സ്ഥലമാണ്. ഏറ്റവും കൂടുതൽ ലോകത്തിലേക്ക് പ്രൊഡക്റ്റുകൾ കയറ്റി വിടുന്ന സ്ഥലമാണ്. ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റുള്ള സ്ഥലവും കൂടിയാണ്. അപ്പോൾ മാർക്കറ്റിലേക്ക് പോകുന്ന വഴിയാണ് ഇത്. ഇവു ടൗൺ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. നല്ല വൃത്തിയുള്ള റോഡാണ്. എന്ത് രസമാണ്, മരങ്ങളെല്ലാം വെച്ചിട്ട്. ചൈനക്കാർ മരങ്ങളെ കൊണ്ടുള്ള കളിയാണ്. ഇനിയിപ്പം ഏത് ഹൈവേ ആണെങ്കിലും ടോളാണെങ്കിലും അതിൻ്റെ നടുക്കും രണ്ട് സൈഡിലും അവർ മാക്സിമം മരങ്ങൾ വെച്ച് പിടിപ്പിക്കും. അത് അവരൊരു രീതി, അവരുടെ ശൈലി അത്. പിന്നെ 2 ദിവസമായിട്ട് നല്ല മഴയും. നമ്മൾ ഷങ്ങായിൽ നിന്ന് മുതൽ, അതായത് നഞ്ചിങ് തുടങ്ങിയ മഴ. ബീജിങ്ങിൽ മഴയൊന്നുമില്ല, പക്ഷെ നഞ്ചിങ്ങിൽ നല്ല തണുപ്പുണ്ട്. അവിടെ നഞ്ചാങ് പിന്നെ അവിടെ നല്ല മഴയുണ്ടായിരുന്നു. അത് നമുക്ക് ഷങ്ങായി വരെ കിട്ടിയിരുന്നു. അപ്പോൾ ആ മഴ ഇതാ ഇവിടം വരെ. ഇന്നലെല്ലാം നല്ല ചെറുങ്ങനെ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു.
ഇപ്പം നോക്കിയാട്ടെ കുറച്ച് ഇരുണ്ട പോലെയുള്ളത്. ഒരു 11 മണിയായിട്ടും സൂര്യനൊന്നും കാണുന്നില്ല. പക്ഷേ ബീജിങ് പോലെ അല്ല കേട്ടോ. ബീജിങ്ങിനേക്കാൾ ഏറ്റവും രസം ഇവും അതുപോലെ തന്നെ ഷങ്ങായി ആണ്. ഷങ്ങായി പിന്നെ നൈറ്റാണ്, ലൈറ്റ് കൊണ്ടുള്ള കളിയാണ്. നമ്മൾ ശരിക്കും എന്താ പറയണ്ടേ, ഈ ഒരു റഷ്യ മോസ്കോയിലെല്ലാം പോയൊരു ഫീൽ ചെയ്യുന്നു ഷങ്ങായി പോയ സമയത്ത്. ഷങ്ഹായ് ഭയങ്കര മുഞ്ചുള്ള സ്ഥലമാണ് ചൈനൻ്റെ. ബീജിങ് പിന്നെ എനിക്കൊന്ന് ഗ്രേറ്റ് വാൾ മാത്രമേ ഉള്ളതുകൊണ്ട് അത്ര ആ സ്ഥലം കുറച്ച് ഫേമസ് ആയിരുന്നുള്ളൂ. പക്ഷെ അവിടെ വലിയ കാര്യമായിട്ടൊന്നും വലിയൊരു സംഭവമൊന്നുമില്ല. അവിടെ ഞഞ്ചെങ്കിലും നല്ല ബിൽഡിങ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ നമ്മൾ മാർക്കറ്റ് എത്തിയിട്ടില്ല, പക്ഷേ എങ്കിൽ ഇത് ഓരോരോ സ്ട്രീറ്റായിട്ട് ഇങ്ങനെ നമ്മൾ കാണുന്നതാണ്. ഇതുണ്ട് ഇവിടുത്തെ ട്രാഫിക് സിസ്റ്റം വേറെ തന്നെ പ്രത്യേകതയാണ്. എല്ലാം ഒന്നിച്ച് ഇവർ തുറക്കൂല. ചില സമയത്ത് 2 ലെഫ്റ്റും ഒന്നിച്ച് തുറക്കും. അതായത് റഷ്യ പോലെ ഒരേ സമയം ക്രോസ് ചെയ്യുന്ന പരിപാടി ചൈനയിലില്ല കേട്ടോ. അത് ഈ സീബ്ര ക്രോസിംഗ് ആണ് അവർ തുറന്നിടുക. നമുക്ക് പോകേണ്ട ഇവിടുന്ന് റൈറ്റാണ്. പിന്നെ ചൈനീസ് വണ്ടികളെ ഒരു കല പറയാണ് കേട്ടോ. ഇവിടെ എവിടെ നോക്കിയാലും ചൈനീസ് വണ്ടികൾ. എന്നാലും BMW പിന്നെ എന്താ ടൊയോട്ടയും അങ്ങനെല്ലാം കുറേ സാധനങ്ങൾ വേറെ ഉണ്ട്. ഇവ വോക്സ് വാഗണിൻ്റെ വണ്ടികളാണ് ഇഷ്ടംപോലെ. ഇവിടെ ബെൻസ് കുറേ കാണുന്നുണ്ട്. ബെൻസ്, BMW, വോക്സ് വാഗൺ ആണ് കൂടുതലും ചൈനയിലുള്ള. അപ്പോൾ ചൈനൻ്റെ വണ്ടികളെക്കാട്ട് കൂടുതൽ അതിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന മറ്റുള്ള ബ്രാൻഡുകളാണ് ഇത്. പിന്നെ ഇവരെ കുറേ കുഞ്ഞി ഓട്ടോറിക്ഷ പോലത്തെ വണ്ടികൾ, കുഞ്ഞ് നാനോ ഇല്ലേ, നമ്മൾ ടാറ്റ നാനോ അതുപോലത്തെ ഒരു ചെറിയ കാറെല്ലാം കാണുന്നുണ്ട് ഇവിടെ. മാക്സിമം ചൈനയിലെ വീഡിയോകൾ എഡിറ്റ് ഇല്ലാണ്ട് ഓരോരോ 3 മിനിറ്റ് വെച്ച് പിന്നെ ഫേസ്ബുക്കിൻ്റെ വീഡിയോവും അതുപോലെ തന്നെ യൂട്യൂബ് ഷോർട്സാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് എനിക്കത് എഡിറ്റ് ചെയ്യേണ്ട സമയമില്ല. മാക്സിമം വീഡിയോസ് ഒരു ദിവസം 10-15 വീഡിയോ വെച്ച് പോസ്റ്റ് ചെയ്യുക, ഇതാണ് പ്ലാന്. നമുക്ക് പോകുന്നത് റൈറ്റാണ്. വേണ്ട ഈ സമയം റൈറ്റ് ഓൺ ആക്കുമ്പോൾ പിന്നെ ഈ ബൈക്കുകാർ എല്ലാ നാട്ടിലും ഒരേ സ്വഭാവം കേട്ടോ. ശരിക്കും ഇവനക്ക് അവിടുന്ന് വരേണ്ട ഓപ്ഷനൊന്നുമില്ല. ഇവൻ അവിടുന്ന് പറന്നു വന്നതാണ്. അങ്ങനെ രാത്രിയെല്ലാം ഇല്ലാത്ത റോങ് വേയിൽ ആൾക്കാർ കയറി വരുന്നുണ്ട്. റോഡുകൾ തന്നെ നിങ്ങൾ നോക്കിയാട്ടെ വേറെ തന്നെ ഒരു വൈബല്ല. ഇതുണ്ടാ മാക്സ് എന്നെല്ലാം പറഞ്ഞിട്ട് ഇവിടെ കുറേ ഷോപ്പിംഗ് കോംപ്ലക്സുകളുണ്ട്. ഇവ ഒരു ചെറിയ സിറ്റി ആണെങ്കിലും ഇവരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് പോകേണ്ട നേരം ഇതുണ്ടാ. ഇതിപ്പോൾ ആ മരം ഉള്ളത് കൊണ്ട് സാധനം ഇവിടെ മുട്ടി. ഇനിയിപ്പോൾ നമുക്ക് ഇതിലൂട്ടാം. നമ്മൾ റൈറ്റ് സൈഡ് കാണുന്നത് സൈക്കിളിന് തന്നെ ഈ ഇലക്ട്രിക് സ്കൂട്ടറിന് വേണ്ടി മാത്രം പോകാനുള്ള ലൈനാണ്. അതിനകത്ത് കാറുകൾ കയറാൻ പാടില്ല. അത് അവർക്ക് വേണ്ടി മാത്രമുള്ള ലൈനാണ്. ഒരു ചെറിയൊരു ബാംഗ്ലൂർ എവിടെയോ ഫീൽ ചെയ്യുന്നില്ലേ, ഈ ഒരു കോറമംഗല പോലെ. പിന്നെ മരങ്ങളാണ് ചൈനയിൽ ഏറ്റവും സംഭവം. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ചില ഭാഗത്തോട്ട് പോകുന്നൊരു ഫീൽ വരുന്നത്. ബീജിങ്ങിൽ ഇതുപോലെ തന്നെ അവരെല്ലാ ടൗണിലും ഇതുപോലത്തെ മരങ്ങൾ വെച്ചിട്ടുണ്ട്. മരം ഇല്ലാണ്ട് നമുക്കൊന്നും ചൈന ഇല്ല. എവിടെ ആണെങ്കിൽ അവർ മരങ്ങളെ കൊണ്ട് നല്ലൊരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് എല്ലാ റോഡുകളും എടുത്തിട്ടുള്ളത്. ഇതൊക്കെ ഒരാൾ ബന്നെല്ലാം വിൽക്കുന്ന അയാളൊരു ചെറിയൊരു സൈക്കിളിൽ ഫുള്ളും ഇവരെ മോമോസ് പോലത്തെ ബന്നുകളും കാര്യങ്ങളെല്ലാം അങ്ങനെ ചെറിയൊരു വെണ്ടറാണ് കേട്ടോ അത്. ഈ അപ്പൂപ്പൻ റോഡ് കടന്നിട്ട് വേണം പോകാൻ. ഫസ്റ്റ് സ്കൂട്ടറെല്ലാം പോയ പോക്ക് ഓന് നോക്കുന്ന വരെയില്ല. സ്കൂട്ടർ ആരുടെ സ്വഭാവം എല്ലാ സ്ഥലത്തും ഒരുപോലെ ആണല്ലോ റബ്ബേ. അത് നമ്മൾ ഇന്ത്യക്കാരെ കൈ പിടിച്ചായിരിക്കും. ഇതൊരു ചൈനീസ് വണ്ടി നമ്മളെ മുമ്പിലുള്ള. പിന്നെ ഇവർ ഒന്നിനും ഇംഗ്ലീഷ് പേര് വെക്കാത്തതുകൊണ്ട് അത് നമുക്ക് വായിക്കാൻ പറ്റൂല. എന്തെല്ലോ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു വി എന്നുള്ള ഷേപ്പിലാണ് ഈ വണ്ടി ഉള്ളത്. പിന്നെ ചൈനീസ് വണ്ടിയിലുണ്ടല്ലോ ഹവാലയുടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നത് BYD. പക്ഷെ BYD ഇവിടത്തെക്കാളും കൂടുതൽ ഞാൻ കണ്ട കസാക്കിസ്ഥാനിലാണ്. അവിടുത്തെ ആൾക്കാർ ഏറ്റവും കൂടുതൽ BYD ഉപയോഗിക്കുന്നത്. അതുപോലെ ഉസ്ബക്കിലെല്ലാം ഉണ്ട്. കിങ്ഗ്യൂൻ ജെ എന്ന് പറഞ്ഞ സ്ട്രീറ്റ് ആട്ടെ ഇത്. ബസ്സുകളുണ്ടോ? ബസ്സുകളെല്ലാം ഇലക്ട്രിക് ആണ്. ഇവിടെ അധികവും എല്ലാ സാധനങ്ങളും ഇലക്ട്രിക്കിലാണ് ഇവർ ഉണ്ടാക്കിയിട്ടുള്ളത്. അവർ ഈ പെട്രോൾ വണ്ടികൾ വളരെയധികം കുറച്ചിട്ട് ഇലക്ട്രിക് വണ്ടികളാണ് കൂടുതൽ മാനുഫാക്ചർ ചെയ്യുന്നതെന്ന് പറയുന്നത്. പക്ഷെ അതൊന്ന് ഭയങ്കര സൈലൻ്റ് ആയിരിക്കും. അത് പോകുന്നത് തന്നെ അറിയില്ല. പക്ഷെ ഒരു സുഖമില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ഇലക്ട്രിക്കിൻ്റെ വണ്ടികൾ ഇഷ്ടമേ ഇല്ല. 201 കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് എടുക്കണം. ലെഫ്റ്റ് ചോങ്ജോങ് ജെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടുന്നേ പിടിക്കണം കേട്ടോ. ഈ കട്ട് ലൈൻ ഇല്ല, ഈ കട്ട് ലൈൻ നമുക്ക് ക്രോസ് ചെയ്യാം. ഇനി കട്ട് അല്ലാത്തതാണെങ്കിൽ നമ്മൾ മാറാനേ പാടില്ല. ഇനിയിപ്പോൾ എത്ര ദൂരമാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും പോയിട്ട് നമ്മൾ വളച്ചിട്ട് തിരിച്ചു വരണം എന്നാണ് പറയുന്നത്.
ആഹാ ഇതിപ്പോൾ ഒരു വേറൊരു എന്താ പറയണ്ടേ ചെറിയൊരു ടൗണിലേക്ക് എത്തി. കണ്ട ഇഷ്ടംപോലെ ഫ്ലാറ്റുകളുണ്ട് കേട്ടോ ചൈനയിൽ. ചൈനൻ്റെ ഫ്ലാറ്റെല്ലാം ഭയങ്കര പ്രീമിയമാണ്. ഇപ്പം 1,00,000 ഉറുപ്പ്യൻ്റെ ദുബായത്തെ അതേ സെയിം റെൻ്റ് തന്നെ എവിടെയും വരുന്നത്. പക്ഷെ അത് ഭയങ്കര മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ്. ഉള്ളിൽ ഫുള്ളും ചെടികളായിരിക്കും അതിൻ്റെ ഈ ഫ്ലോറിലെല്ലാം വന്നു കഴിഞ്ഞാൽ. എനിക്ക് തോന്നുന്നു ചൈന കുറേ മാസം 1 കൊല്ലം നിന്നാൽ പോലും ചൈനൻ്റെ ഫുള്ള് സ്ഥലങ്ങൾ നമ്മൾ കണ്ടു തീരൂല. അതായത് ചില രാജ്യങ്ങൾക്ക് ഭയങ്കര പോസിറ്റീവ് എനർജിയും അതുപോലെ തന്നെ നെഗറ്റീവ് എനർജി ഉണ്ട്. പക്ഷെ എനിക്ക് ചൈന ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. ഇവിടെ വന്നേരെ പോവാൻ തോന്നാത്തൊരു രാജ്യമാണ് ചൈന. സാധാരണ ഇപ്പോൾ ഓരോ രാജ്യം ക്രോസ് ചെയ്യുമ്പം കസഖിസ്ഥാനെല്ലാം കുറച്ച് 2-3 ദിവസം മുഴുവൻ ശരിക്കും മടുക്കാൻ തുടങ്ങി. പക്ഷെ ചൈന എനിക്ക് 15 ദിവസമേ വിസ ഉള്ളൂ. പക്ഷെ എനിക്ക് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നിൽക്കണമെന്നുണ്ട്. പക്ഷെ നമ്മൾ വണ്ടിൻ്റെ പെർമിറ്റ് ഇല്ലാത്തതുകൊണ്ട് അത് നമുക്ക് കിട്ടൂല. 15 ദിവസം മാത്രമേ വണ്ടിൻ്റെ പെർമിറ്റ് ഉള്ളൂ. അപ്പോൾ ചൈന വീണ്ടും വീണ്ടും കാണണം നിൽക്കണം എന്ന് തോന്നിയൊരു രാജ്യമായിട്ടാ. ശരിക്കും ഈ രാജ്യം എന്തൊരു രസമാണ് കാണാൻ. ഇവിടെ ഉള്ള ഏതൊരാളോട് ചോദിച്ചാലും എനിക്ക് മനസ്സിലാവും ചൈന ഭയങ്കര പോസിറ്റീവ് എനർജി തരുന്നൊരു രാജ്യമാണ്. ഇവിടെ അങ്ങനെ എല്ലാവരും നമ്മൾ നല്ല രീതിയിലേ കാണുള്ളൂ. ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ് ഇവിടുത്തെ ആളുകൾ. അതെല്ലാം കൊണ്ടായിരിക്കാം ചൈനയിൽ വീണ്ടും നിൽക്കണം എന്നെല്ലാം തോന്നിപ്പോന്നെ. സാധാരണ ഇപ്പം ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ എനിക്ക് ഓരോ രാജ്യത്തും വേഗം നെഗറ്റീവ് പോസിറ്റീവ് അടിക്കും. ഇപ്പോൾ തുർക്കിയിൽ പോയ സമയത്ത് ഇസ്തംബുൾ മാത്രമേ പോസിറ്റീവ് ഉള്ളൂ. കൊനിയനും ഭയങ്കര പോസിറ്റീവ്. ബാക്കി എല്ലാ രാജ്യങ്ങളും ഭയങ്കര നെഗറ്റീവ് വരും. ഓടി തീർത്ത രാജ്യം തുർക്കി. അവൾ റഷ്യൻ്റെ മോസ്കോ, സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് ടൗൺ ഭാഗം ഭയങ്കര വൈബും വില്ലേജിൻ്റെ റിമോട്ട് ഏരിയകളെല്ലാം ഭയങ്കര ഒറ്റപ്പെട്ട ഫീൽ ചെയ്യണം. അങ്ങനെ ഓരോ രാജ്യത്തിൻ്റെ ഓരോരോ പ്രത്യേകതയാണ്. പക്ഷെ ചൈനൻ്റെ എല്ലാ ഭാഗവും നമുക്ക് ഭയങ്കര രസമായിട്ട് തോന്നും. ഇതാണ് ചൈനൻ്റെ ഒരു പ്രത്യേകത. ചൈന എന്തായാലും ഒരു സംഭവമാണ് കേട്ടോ. നിങ്ങൾ ലൈഫിൽ ഒരിക്കലെങ്കിലും ചൈന വന്ന് കാണണം എന്ന് ഞാൻ പറയും. ഇപ്പോൾ നിങ്ങൾ മറ്റുള്ള നമുക്ക് തോന്നുന്നത് ഇപ്പം അമേരിക്ക ആണെങ്കിലും സൗത്ത് അമേരിക്ക, നോർത്ത് അമേരിക്ക, യൂറോപ്പ് അവിടെ എല്ലാം നമുക്ക് പോകണമെങ്കിൽ അത്യാവശ്യം വിസയും കാര്യങ്ങളും കിട്ടാൻ കുറേ സമയം എടുക്കും. നമ്മൾ അതിൻ്റെ ബാക്കിൽ ഓടണം. അതൊരു കോണ്ടിനെൻ്റ് വിസയായിട്ട് കിട്ടാൻ. പക്ഷേ ചൈനൻ്റെ വിസ പെട്ടെന്ന് ഇന്ത്യക്കാർക്ക് കിട്ടുന്നുണ്ട്. ഒരു 4 ദിവസം കൊണ്ടെല്ലാം നമ്മൾ ഡൽഹിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഫുള്ള് ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 4 ദിവസം കൊണ്ട് ചൈനീസ് വിസ ഡൽഹിയിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇപ്പോൾ ഇന്ത്യയിലേക്കും ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ട്. ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്കും ഇന്ത്യയിൽ നിന്ന് ചൈനയിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ ഷട്ടിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു വിസ എടുത്തിട്ട് എന്തെങ്കിലും ഒരു പൈസ, ചെറിയ പൈസ ഉണ്ടെങ്കിലും ചൈന വന്ന് കുറച്ച് സ്ഥലങ്ങൾ നിങ്ങൾ എന്തായാലും കാണണം. അത് നിങ്ങൾ കാണേണ്ട ഒരു സ്ഥലം ഞാൻ പറഞ്ഞുതരാം. ഷങ്ഹായ് ഒന്ന് കാണാം, ഒന്ന് ഇവു എന്തായാലും വരിക. ഇവു വന്നാൽ തന്നെ നിങ്ങളൊരു ബിസിനസ് മാനായിട്ട് മാറാൻ ഇവു എന്തായാലും നിങ്ങളെ സഹായിക്കും കേട്ടോ. കാരണം അത്രയ്ക്കും പ്രൊഡക്റ്റ് ചെയ്ത് ഞാൻ തന്നെ എന്തെങ്കിലും ബിസിനസ് തുടങ്ങിയാലും ഇങ്ങനെ ആലോചിക്കാം. ഇവിടെ ഇഷ്ടംപോലെ പ്രൊഡക്റ്റ് ഉണ്ട്. അതെടുക്കുക, നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഇറക്കുക. അപ്പോൾ അതെല്ലാമാണ് ഇപ്പം എൻ്റെ മനസ്സിലുള്ള ചെറിയ ചെറിയ പ്ലാനുകളെ. ചെറിയ ചെറിയ വലിയ വലിയ കളികൾ എന്ന് പറഞ്ഞ പോലെ അതെല്ലാം ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. ഇതിപ്പോൾ യെല്ലോ ഇങ്ങനെ ബ്ലിങ് ആകുന്നുണ്ട്. നമുക്കത് നോക്കി നോക്കി പോകാനാണ്. അത് കണ്ട സ്കൂട്ടർ മാത്രം പോകുന്ന ഈ ഒരു ലൈനിലൂടെ ഇവർക്ക് മാത്രമേ ഈ ലൈനിൽ പോകാൻ പറ്റൂ. വേറെ ആർക്കും പോകാൻ പറ്റില്ല. പിന്നെ അവിടെ ക്യാമറ അല്ല, അതിങ്ങനെ ലൈറ്റ് ഇങ്ങനെ നമ്മൾ എത്ര വണ്ടികൾ പോകുന്നുണ്ട് എന്നുള്ള ഒരു ലൈറ്റ് അടിക്കുന്നതാണ്. ഫസ്റ്റ് വന്നേ പാടും ഞാൻ അറ്റാക്ക് വന്ന് മരിച്ചു കഴിഞ്ഞു. പഠിച്ചോനെ എനിക്ക് ഫൈൻ അടിച്ചോ എന്ന് വിചാരിച്ചിട്ട്. എത്ര കൂളായിട്ടാണ് അവളെ സൈക്കിളും കൊണ്ട് ആ സ്കൂട്ടറും കൊണ്ട് അതിലോട്ട് പോകുന്നത്. കാരണം നമ്മൾ ഇന്ത്യയിലാണെങ്കിൽ ഇപ്പോൾ പെട്ടിയിലായിട്ടുണ്ടാവും, അത് വേറെ കാര്യം. മഞ്ഞക്ക് മുന്നേ നമ്മൾ കടന്നിന്. കാരണം പെട്ടെന്ന് ഇങ്ങനെ പോകുന്നേരോ എന്തായാലും അത് ചവിട്ടാൻ പറ്റൂല, അത് കിട്ടൂല. പിന്നെ അപ്പോൾ നമ്മൾ സ്ലിപ്പായി പോകും. അതുകൊണ്ട് ഞാൻ എടുത്തതാട്ടോ. ഞാൻ ആലോചിക്കാം ചൈനൻ്റെ വീഡിയോ തന്നെ ഒരു 1000 വീഡിയോസ് ആയിട്ടും ശരിക്കും പറഞ്ഞാൽ നമുക്ക് എടുക്കാം. പക്ഷെ എനിക്ക് പിന്നെ ഇതിനൊന്നും നേരെ ഇല്ലാത്തതുകൊണ്ട് എൻ്റെ വീഡിയോസ് എല്ലാം കുറച്ച് ചുരുങ്ങി പോകുന്നത്. മാക്സിമം വീഡിയോസുകൾ ചറപറ പോസ്റ്റ് ചെയ്യലാണ് എൻ്റെ പരിപാടി. കാരണം എഡിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴത്തേക്ക് ചൈന വിടേണ്ട സമയം കഴിയും. കാരണം അത്ര സമയം മാത്രമേ ചൈനയിലുള്ളൂ. റേഞ്ച് റോവർ ഡിസ്കവറി നോക്കിയേ, ഫുള്ള് നല്ല. ഇതെല്ലാം നമ്മുടെ നാട്ടിൽ MVD കാണുന്നുണ്ട്. നോക്കിയിട്ട് അയാൾ എന്തെല്ലാം കളറിൽ ആലത്ത് ഒട്ടിച്ച് വെച്ചിന്, എന്തെല്ലാം റാപ്പ് ചെയ്തിന്. അല്ലോ സത്യം പറഞ്ഞാലില്ലേ, ഇങ്ങനെ ആൾക്കാർ ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ ചവിട്ടി കൊടുക്കണം. സത്യം പറഞ്ഞാൽ ഞാൻ ഓള് ക്രോസ് ചെയ്ത് കണ്ടിട്ടില്ല. നമുക്ക് അടുത്ത സ്ഥലത്തു നിന്ന് വേണം റൈറ്റ് എടുക്കാൻ വേണ്ടി. നിങ്ങൾ മാക്സിമം ഈ വീഡിയോയിൽ എൻ്റെ കൂടെ ചൈന കാണുക, യാത്ര ചെയ്യുക. ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ എനിക്ക് പറയാൻ അറിയില്ല. നിങ്ങൾ ഇവിടുത്തെ റോഡുകൾ നോക്കുക, സ്ട്രീറ്റുകൾ നോക്കുക, അതുപോലെ ഇവിടുത്തെ ട്രാഫിക് സിസ്റ്റം നോക്കുക.
ചൈന എന്ന് പറയുന്ന വലിയൊരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായിട്ടുള്ള രാജ്യത്തിൻ്റെ ദിനേനയുള്ള കുതിപ്പുകൾ നോക്കുക, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഞാനിങ്ങനെ പലതും അങ്ങനെ ചവറ് പോലെ ഇങ്ങനെ പറയും, അതൊന്നും ശ്രദ്ധിക്കണ്ട. നിങ്ങൾ മാക്സിമം ചൈന എന്ന് പറഞ്ഞ രാജ്യം ഒന്ന് ആസ്വദിക്കുക, നാജി നോഷിൻ്റെ കൂടെ, നമ്മളെ ഓളെ കൂടെ. ഓക്കെ, ഇതിനിടയ്ക്ക് യൂട്യൂബിൽ എന്തോ ഒരു കമൻ്റ് ഉണ്ട്, യൂട്യൂബിലോ ഫേസ്ബുക്കിലോ, എന്താ ഒരു രാജ്യം ഒരാളെ ചോദിച്ചാൽ നിങ്ങളിപ്പോൾ എവിടെയുള്ളത്, അപ്പോൾ അയാൾ പറയാം നേപ്പാൾ എത്തിയിട്ടുണ്ടാവും. എൻ്റെ പൊന്നു മഹാനെ, ഞാനൊരു രാജ്യമില്ലേ, ഒരു രാജ്യം വിടുന്നതിന് മുന്നേ ആ രാജ്യത്തെ ഫുള്ള് വീഡിയോസ് ഞാൻ തീർത്തതിന് ശേഷം ആ രാജ്യം വിടും. ഞാനൊരു വ്ളോഗർ അല്ല കേട്ടോ. വ്ളോഗർ ആകുമ്പം വൃത്തിയിൽ എഡിറ്റ് ചെയ്ത് വീഡിയോസ് എല്ലാം എടുത്ത് എൻ്റെ വീട്ടിൽ പോയിരുന്ന് കമ്പ്യൂട്ടറിലിരുന്ന് എഡിറ്റ് ചെയ്തിടും. ഞങ്ങൾക്ക് കമ്പ്യൂട്ടറൊന്നുമില്ല, ഞാൻ എൻ്റെ ഫോണിൽ ചറ വീഡിയോസ്, അതുകൊണ്ടാണ് ഒരു ദിവസം 20 വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. കാരണം എനിക്ക് ഇവിടെ ഇറങ്ങുന്നതിന് മുന്നേ നമുക്ക് ഇവിടുത്തെ വീഡിയോസ് ഇടണം, അല്ലാണ്ട് ജനങ്ങളെ പറ്റിക്കുന്ന പരിപാടി എനിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ചൈനത്തെ വീഡിയോസ് ഡെയിലി ഇൻസ്റ്റാഗ്രാമിൽ ഓൾറെഡി ഇടുന്നുണ്ട്. യൂട്യൂബ് അതിൽ തന്നെ ഇങ്ങനെ ചവറ് പോലെ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത ഉണ്ട് കേട്ടോ. നമുക്ക് പോകേണ്ടത് റൈറ്റാണ്. നമുക്കൊന്ന് റൈറ്റ് ഇവരെല്ലാം പോയിട്ടാ പോകാൻ പറ്റൂ. അവിടെ ചോപ്പാവണം, എന്നാലേ പോകാൻ പറ്റുള്ളൂ. അവിടെ എപ്പം ചോപ്പാവുമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ഇതുണ്ട്, ഇതെല്ലാം ഫുള്ള് നമ്മൾ ഈ ബൈക്കുകാരെ പോകുന്നൊരു സ്ട്രീറ്റ് ആയത്, ഇവർക്ക് മാത്രം ഇതിലോട്ട് പോകാൻ പറ്റാൻ. ഇവിടെ പിന്നെ അധികം ആളുകളും ഈ സാധനം തന്നെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇതാ നമ്മളെ നാട്ടിലെ ഒരു ഗുഡ്സ് പോകുന്നാടാ ഗ്യാസും കൊണ്ട്. ഇതൊക്കെയായിട്ട് സ്കൂട്ടർ പറന്നു പോകുന്നത്. ഇതെല്ലാം ഇവിടെ അന്നേരം തന്നെ പൈസ കൊടുത്തിട്ട് എടുക്കുന്നതാണ്. നമ്മളെ ഗൾഫിലെ സിസ്റ്റം പോലെ ഒരു ആലിപ്പേൻ്റെ QR കോഡ് ഉണ്ടാവും, അതിലിങ്ങനെ 1 മണിക്കൂറിന് ഇത്ര പൈസ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് എടുക്കുന്നതാണ്. ഇവിടുത്തെ ഈ ഗുഡ്സ് കണ്ടപ്പോൾ ശരിക്കും നമ്മൾ കേരളത്തിലോ ഇന്ത്യയിലായിട്ട് പോയൊരു ഫീലായി പോയിട്ടാ. പക്ഷെ അത് ഇലക്ട്രോണിക് ആണ്, പക്കാ ഇലക്ട്രോണിക്കാണ്. ഇവിടുത്തെ ബസ്സുകൾക്കെല്ലാം ഒരേ കളറാട്ടാ, സെയിം കളർ, പച്ച കത്തിയിട്ടുണ്ട്. ഇതാ ഈ സ്കൂട്ടർക്കാരുടേതാണ് പ്രശ്നം, ഇവര് നോക്കാണ്ടൊരു കയറ്റല. ഞാനും ഓനും കൂടി ഇപ്പോൾ തട്ടിമുട്ടി പോവുകയാണ്. ഇതാ നമ്മൾ ഇവു മാർക്കറ്റ് എത്തി. ഇതാണ് ഇവു മാർക്കറ്റിലേക്ക് പോകുന്ന വഴി കേട്ടോ. അതൊക്കെയായിട്ട് ബിൽഡിംഗ് അല്ല, എൻ്റെ മോനെ എന്താ സൈസ് സംഭവം തന്നെയാട്ടാ ചൈന. ചൈന ഇല്ലെങ്കിൽ ലോകം ഇല്ലയെന്ന് ഞാൻ 100 വട്ടം പറയുന്നുണ്ട്. മനസ്സിലായോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. അത് ഇവിടെ വന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഇങ്ങനെ ഒരു വീഡിയോ കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് ചൈന ഒന്നും നിങ്ങൾക്ക് കാണുമോ മനസ്സിലാവും ഒന്നും ചെയ്യൂല. പിന്നെ ഒരു വീഡിയോ എടുത്തു കാണിക്കുന്നു, കാരണം പൈസയും കൊണ്ട് യാത്ര ചെയ്യാൻ പറ്റാത്ത കുറേ ആൾക്കാരില്ലേ, അവർ ഫോണിലൂടെ ചൈനയിലും എൻ്റെ കൂടെ തുർക്കിയിലും അവിടെ എല്ലാം വരട്ടെ എന്നുള്ളൊരു ആഗ്രഹം, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ യൂട്യൂബിൽ നിന്നോ ഫേസ്ബുക്കിൽ നിന്നോ 5 പൈസ എനിക്ക് കിട്ടുന്നില്ല കേട്ടോ. നിങ്ങൾ വിചാരിക്കേണ്ട എനിക്ക് അതിന് ഭയങ്കരമായിട്ട് പൈസ കിട്ടുന്നുണ്ട്, ഒന്നും കിട്ടാത്ത ഒരു നഷ്ടക്കച്ചവടമാണ്. പക്ഷേങ്കിൽ നല്ല എക്സ്പീരിയൻസ് പോസ്റ്റ് ചെയ്യണം, അത്രയാണ്. അല്ല, ഈ ബസ്സിൻ്റെ നേരെ ബേക്കിലായിപ്പോയല്ലോ. ബസ് എടുക്കാണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇതാണ് ഇവു മാർക്കറ്റിൻ്റെ, ഇവുവിൻ്റെ സെയിം മാർക്കറ്റിൻ്റെ വ്യൂ കേട്ടോ. ഇവർ ഈ ബിൽഡിംഗ് കൊണ്ടുള്ള കളി പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല. നമുക്ക് കുറച്ചും കൂടി ഫ്രണ്ട് പോയിട്ട് യൂട്ടേൺ എടുക്കണം. ഓക്കെ ഏട്ടെ, ഓരോന്നിൻ്റെ മുകളിലെ വരി ഇട്ട് വെച്ചിന്, അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങോട്ട്. ഇത് യൂട്ടേൺ ആണ്. യൂട്ടേൺ ഓണാട്ടോ, നമുക്ക് പോവാം. ഇതിപ്പോൾ നമ്മൾ ദുബായിൽ നിന്നെല്ലാം യൂട്ടേൺ എടുക്കുന്ന ഒരു ഫീല്. അത് പിന്നെ അധികവും ഫ്ലൈ ഓവറിൻ്റെ മുകളിലാണ് നമുക്ക് യൂട്ടേൺ കിട്ടുക, ദുബായിലും ഷാർജയിലല്ലോ. ഓക്കെ, നമ്മളിപ്പോൾ ഏകദേശം എത്തി. നമ്മളിപ്പം അതിൻ്റെ ഓരോ ഉള്ളിൽ കയറാൻ പോകാം. ഇതൊക്കെയായിട്ട് ഇലക്ട്രിക് കാറുകൾ, ഞാൻ പറഞ്ഞില്ലേ ചൈനയിൽ വന്നാലേ കാറുകൾ വീഡിയോ എടുക്കാനും അത് കാണാനാ ഇവിടെ നേരമുള്ളൂ. പക്ഷെ നമുക്കിവിടെ പാർക്കിംഗ് തുറക്കൂല, കാരണം കാരണം ഇത് ഇവിടുത്തെ വണ്ടി അല്ലാത്തതുകൊണ്ട് ഇവർ ഇവിടുത്തെ വണ്ടിയാണെങ്കിൽ മാത്രം ഇവർ മറ്റേ ടെമ്പററി ലൈസൻസ് ഇത് നമ്പർ പ്ലേറ്റ് ഉണ്ടെങ്കിലും
തുറക്കാൻ ബുദ്ധിമുട്ട്. എപ്പോഴും ഇങ്ങനെ ആരെങ്കിലും തുറക്കുമ്പം പോയിട്ട് വണ്ടി കയറ്റും, ആരെങ്കിലും പുറത്ത് പോകുമ്പോൾ അവർ ബാക്കിൽ പോകും. ഇതാണ് എൻ്റെ പരിപാടി കേട്ടോ. ഇപ്പം നമുക്ക് അയ്യോ പൂട്ടി. പക്ഷേ ഇതെങ്ങനെ തുറക്കുമെന്നുള്ള കാര്യത്തിൽ ചിലപ്പോൾ അവിടെ പോയി നിൽക്കിയാൽ അവർ ചിലപ്പം തുറന്നേർത്തുണ്ട്. നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. പിന്നെ ഇംഗ്ലീഷ് കേൾക്കുമ്പം തന്നെ അവർ ഏകദേശം നീഹോയ് എന്ന് പറഞ്ഞാൽ ഹായ് എന്നാണ്, ഹലോ ഹായ്. നമുക്ക് പോയിട്ട് ചോദിച്ചു നോക്കാം. കണ്ട നമ്മൾ വണ്ടിക്ക് തുറക്കൂല ഇവര്. ലേലു അഴിച്ചു വിടൂന്ന് പറയണം. ഹലോ നീഹോയ്, ഓപ്പൺ ദ ഡോർ. യെസ്, തുറന്നു മക്കളെ, തുറന്നു. നമ്മൾ ഹലോ എന്നെല്ലാം പറയുമ്പോൾ തന്നെ അവർക്ക് തിരിയും ഇത് എവിടുന്നോ കുറ്റിയും പറിച്ചു വന്ന ഒരു സൈസാണ്. അന്നേരം അവർ വേഗം നമുക്ക് തുറന്നു തരും. കണ്ടോ, എന്നാലും ഇത്രയേ ഉള്ളൂ. അടുക്കടോ, ഞാനൊന്ന് കയറട്ടെ. താങ്ക് യു. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? ഇവിടെ നമ്മളെ നമ്പർ രജിസ്റ്റർ ഇല്ലാത്തതുകൊണ്ട് നമ്മളതൊന്നും ഇവിടെ വരില്ല. അപ്പം പക്ഷേ ഇങ്ങനെയെല്ലാം ചെയ്താൽ നമുക്ക് അവിടെ പോയി നിൽക്കിയിട്ട് ഇങ്ങനെ 2 ഇംഗ്ലീഷ് പറഞ്ഞാൽ അപ്പോഴും തുറന്നു തരും. അങ്ങനെ കേട്ടോ നമ്മളൊരു ഇത്. ഇവിടെ നമുക്കൊരു പാർക്കിംഗ് കിട്ടിയിട്ടുണ്ട്. റെഡി, 1 2 3 4 5 6. ഓക്കെ, ഞാൻ ശരിക്കും പേടിച്ച് ചെയ്യും. പക്ഷേ പിന്നെ കുറേ പ്രാവശ്യം നമ്മൾ ഒരു സ്ഥലത്ത് ബ്ലോക്കായി പോയിന്. പിന്നെയാണ് ഞാൻ അവിടെ നിൽക്കാൻ തുടങ്ങിയത്. നിൽക്കുമ്പോൾ പിന്നെ നമ്മൾ ഇംഗ്ലീഷ് പറയുമ്പോൾ തന്നെ അവർ കാണും ക്യാമറയിലോട്ടോ വണ്ടിയല്ലോ തുറന്നു തരും. ഞാനിവിടെ പാർക്ക് ചെയ്ത ഒരു സ്ഥലത്തും പാർക്കിംഗ് ഫീസ് കൊടുത്തിട്ടില്ല കേട്ടോ. എല്ലായിടത്തും ഫ്രീ ആയിട്ട് കയറുക, ഫ്രീ ആയിട്ട് ഇറങ്ങി പോവുക. അതാണ് നമ്മളെ ഈ നമ്പർ പ്ലേറ്റിൻ്റെ വലിയൊരു ഗുണം. In China, there is no parking fees for Indian vehicle, and because I got only this temporary number plate in China and also temporary driving license, and I never pay any amount for parking.